നമസ്കാരം. ഊന്നുകൽ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഊന്നുകൽ പോലീസുമായി കൈകോർത്ത് അവധിക്കാല സൗജന്യ കലാകായിക പരിശീലന കളരിക്ക് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ആരംഭം കുറിച്ചു. ക്ലാസിക്കൽ ഡാൻസ്, സംഗീതം, കരാട്ടെ എന്നിവയിലാണ് പരിശീലനം നൽകുന്നത്. മക്കൾ സ്വന്തം മാതാപിതാക്കളെ അറിയുന്നില്ല, അതുപോലെ മാതാപിതാക്കൾ മക്കളെ അറിയുന്നില്ല. ഇതിൻ്റെയെല്ലാം പ്രതിഫലനമാണ് ഇന്ന് സമൂഹത്തിൽ കുട്ടികളുടെ ഇടയിൽ കാണുന്ന വിവിധ തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതുവഴി വിവിധങ്ങളായ കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുന്നു എന്നും അതിൻ്റെയെല്ലാം ഒരു മാറ്റത്തിനായി കുട്ടികളെ വിവിധങ്ങളായ കലാകായിക പരിശീലനങ്ങളിൽ ഏർപ്പെടുത്തണമെന്നും ശേഷം നമ്മൾ ഓരോരുത്തരും സദാ ജാഗരൂകരായിരിക്കണമെന്നും ഉത്ബോധിപ്പിച്ചുകൊണ്ട് 2 മാസം നീളുന്ന സൗജന്യ കലാകായിക പരിശീലന പദ്ധതി ഉദ്ഘാടനം ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബിജു MP നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് MS പൗലോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ബാങ്ക് ഭരണസമിതി അംഗവുമായ ജോയ് പോൾ പദ്ധതി വിശദീകരിച്ചു. ചടങ്ങിൽ SI സുധീഷ് P മുഖ്യപ്രഭാഷണം നടത്തി. ഭരണസമിതി അംഗങ്ങളായ VC മാത്തച്ചൻ, ലിസി ജോയി, സോണിയ കിഷോർ, മിനി ദേവദാസ്, ദിവ്യ സുരേഷ്, ജയ സതീഷ് എന്നിവർ പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് തോമസ് പോൾ സ്വാഗതവും സെക്രട്ടറി KK ബിനോയ് നന്ദിയും പറഞ്ഞു. ലഹരിയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം സൈസിൽ ലഹരികളാണെന്ന് വെച്ചാൽ ലഹരികൾ ഒത്തിരി ഗണത്തിൽപ്പെടുന്നുണ്ട്. ഈ കുട്ടികൾ അതിലേക്ക് ഇതിനു മുമ്പ് മുതിർന്ന ആളുകൾ, യുവാക്കളും ഒക്കെ ആയിരുന്നു. ഇപ്പം അതിൻ്റെ ഒപ്പം തന്നെ കുട്ടികളെ അതിനായിട്ട് ഉപയോഗിച്ച് വലിയൊരു മാഫിയ സംഘങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പുറകെ തന്നെയാണ് ഈ മൊബൈൽ അഡിക്ഷനായിട്ടുള്ള കുട്ടികൾ. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ആ ഒരു ഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കൂടെ മാറ്റിയെടുക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ കുറെ പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അതിനുവേണ്ടി ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു പഠനം, കൗൺസിലിൽ ഇപ്പോൾ പഠനം നടത്തിയിരിക്കുന്നത് കുട്ടികളുടെ ചിന്തകളും കുട്ടികളുടെ ആക്ടിവിറ്റികളും അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അവരുടെ ഉള്ളിൽ മറ്റൊരു തരത്തിൽ കൂടെയുള്ള ചിന്തകൾക്ക് സ്ഥാനമില്ല. പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും യോഗ ആണെങ്കിലും സ്പോർട്സ്, ഏത് സ്പോർട്സ് ഇനത്തിലാണെങ്കിലും അതൊരു മത്സരബുദ്ധിയെ പരിശീലിക്കുമ്പോൾ അവരുടെ മൈൻഡൊക്കെ മാറും. മറ്റുള്ള കാര്യങ്ങൾക്ക് ചിന്തകൾക്ക് ഇടവില്ല. അതുകൊണ്ട് നമ്മൾ കുട്ടികളോട് തുറന്ന് സംസാരിക്കുക. തുറന്ന് സംസാരിച്ചാൽ തന്നെ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളോട് തിരിച്ചും തുറന്നു പറയും. അതുകൊണ്ട് അവരെ ചേർത്ത് നിർത്തി മാതാപിതാക്കളെ കൊണ്ടുപോവുക. നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ പോലീസിനെ കാണുക ഹെൽമെറ്റ് വെക്കുക എന്നുള്ളതല്ലാതെ ഈ പല മുതിർന്ന കുട്ടികളും ഹെൽമെറ്റ് വെക്കുക എന്നുള്ള നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇവിടെ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ത്യയിൽ കുറേ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഇത് തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളെല്ലാം അവിടെ ചെന്നാൽ A to Z നിയമം പാലിക്കും. നമ്മുടെ നാട്ടിൽ നിയമം പാലിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് കുട്ടികളെല്ലാം നിയമം പാലിക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ NDPS ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമാണ്. അത് ലഹരിക്കെതിരെയുള്ള നിയമമാണ്. ആ നിയമം അന്നത്തെ കാലഘട്ടത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് മനുഷ്യർക്ക് മാനസികമായ അസുഖങ്ങൾ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവോടുകൂടി എഴുതി വെച്ചിരിക്കുന്ന നിയമമാണ്. അത് കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ നെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ വിദേശ രാജ്യങ്ങളിലാണ്. നമ്മുടെ രാജ്യത്തെ കുട്ടികളെ ഏറ്റവും കൂടുതൽ മോശമായ കാര്യങ്ങൾക്കാണ് നെറ്റും മറ്റുള്ള മൊബൈലും ഉപയോഗിക്കുന്നത്. അവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അറിവ് നേടാനുള്ള ഒരു ഉപാധിയായിട്ട് ഇന്റർനെറ്റുകൾ ഉപയോഗിക്കണം നമ്മൾ കാരണന്മാരും അധ്യാപകരും പഠിപ്പിക്കുക. എന്നിരുന്നാലും നിങ്ങളെല്ലാവരും